ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയം ഏറ്റെടുത്ത് 2015 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി യോഗ ഇന്ന് രാജ്യാതിർത്തികൾ കടന്ന് ആഗോള ജനതയുടെ ജീവിതശൈലിയായി മാറിയിട്ടുണ്ട്. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയത്തോടെ ഇന്ന് 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുകയാണ്. മുൻപ് പാശ്ചാത്യ രീതികൾക്ക് മാത്രമായിരുന്നു ആഗോളതലത്തിൽ പ്രാധാന്യം ലഭിച്ചതെങ്കിൽ ഇന്ന് ഭാരതത്തിൻ്റെ രീതികളും ആശയങ്ങളും അനുകരിക്കാൻ ലോകം മത്സരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് യോഗയും ആയുർവേദവുമെല്ലാം. 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിക്കണമെന്ന ആശയം മുൻപോട്ട് വെച്ചത്. മനുഷ്യരാശിക്ക് ഇന്ത്യ നൽകിയ അമൂല്യമായ സമ്മാനമാണ് യോഗയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ലോകത്തെ മുഴുവൻ കുടുംബമായി കാണുന്ന വസുദൈവ കുടുംബകം എന്ന ആശയമാണ് ഭാരതം പിന്തുടരുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. और उसका कारण उस फिलॉसफी के तहत भारत उस जीवन दर्शन के तहत आगे बढ़ता रहा है. ഇന്ത്യയുടെ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭ 175 അംഗരാജ്യങ്ങളുടെ റെക്കോർഡ് പിന്തുണയോടെ അംഗീകരിച്ചു. 2015 ജൂൺ 21 ആദ്യത്തെ യോഗാ ദിനമായി പ്രഖ്യാപിച്ച് ആചരിച്ചു. പിന്നീട് ഓരോ വർഷവും ഓരോ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗാ ദിനത്തെ പ്രോത്സാഹിപ്പിച്ചത്. ഓരോ വർഷവും രാജ്യത്തിനകത്തും വിദേശ വേദികളിലുമായി യോഗാ ദിനാചരണത്തിന്റെ എണ്ണം വർദ്ധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വർഷവും യോഗാ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ പാരമ്പര്യ വിജ്ഞാനമായി മാത്രം അറിയപ്പെട്ടിരുന്ന യോഗ ഇന്ന് ലോക ജനതയുടെ പൊതുസമ്പത്തായി മാറിയിരിക്കുകയാണ്. ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ലോകം യോഗയെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാനേറെയുണ്ട്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.